السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, വളരെ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അമലുകൾ കൊണ്ട്, സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് വളരെ മഹത്വമുള്ള കാര്യമാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹജ്ജ് കർമ്മം. കഴിവുള്ള ആളുകളൊക്കെ ഈ മഹത്തായ കർമ്മം ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർവഹിക്കൽ അത് നിർബന്ധമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്തു തീർക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കഴിവുള്ളവരൊക്കെ മനിസ്തതാഅ ഇലൈഹി സബീല, ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആർക്കൊക്കെ സാധിക്കുമോ അവരൊക്കെ നിർബന്ധമായും അത് നിർവഹിക്കുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ പ്രതിഫലം നൽകിയിട്ടുള്ള ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്കും എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. എന്നാൽ അതിന് കഴിവില്ലാത്ത, സാമ്പത്തികമായും ശാരീരികമായും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധിക്കാത്ത ആളുകൾ, അവർക്ക് അതിനോടുള്ള ആഗ്രഹവും അത് ചെയ്യണമെന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയും ഉണ്ടെങ്കിൽ അല്ലാഹു ഹജ്ജിന്റെ പ്രതിഫലം ഒരുപാട് നല്ല കാര്യങ്ങളിലൂടെ, സൽപ്രവർത്തനങ്ങളിലൂടെ അവർക്ക് വാഗ്ദത്തം ചെയ്തതായി മഹാനായ അഷ്റഫുൽ വറ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ബിൽ മദീനത്തി അഖ്വാമൻ മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനൂ മഅകും ഹബസഹും അൽ ഉദ്ർ. നിങ്ങളുടെ കൂടെ വരാൻ സാധിക്കാത്ത, നിങ്ങളുടെ കൂടെ ഒന്നിച്ച് ഉണ്ടാവാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ, അവർ നിങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും, ഏത് സ്ഥലത്തേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അവർക്ക് വരാൻ കഴിയാത്തതിൻ്റെ പേരിൽ വരാതിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്കും നിങ്ങൾ ചെയ്യുന്ന ആ പ്രതിഫലം ലഭിക്കും എന്ന രൂപത്തിൽ മഹാനായ അഷ്റഫുൽ വറ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹജ്ജ് കർമ്മം കഴിയുന്നവർ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അത് നിർവഹിക്കുക തന്നെ വേണം. അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുന്നത്തായ ഹജ്ജ് കർമ്മമാണ്. നിർബന്ധമായും ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യുക എന്നത് അത് ഇസ്ലാമിൻ്റെ ബാധ്യതയാണ്. കൂടുതൽ ഹജ്ജ് ചെയ്താൽ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം ലഭിക്കും. എന്നാൽ ചില ആളുകൾ അവൻ ചെയ്യേണ്ടുന്ന പല ബാധ്യതകളും, നിർബന്ധമായി അനുവർത്തിക്കേണ്ടുന്ന മറ്റു പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, അതൊന്നും ശ്രദ്ധിക്കാതെ, അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ
വെറും ഹജ്ജ് ഇങ്ങനെ വർദ്ധിപ്പിക്കുക എന്ന ചില സ്വഭാവമുണ്ട്. അതല്ല ഇസ്ലാം. നമ്മൾ എല്ലാ ബാധ്യതകളും, എല്ലാ സൽക്കർമ്മങ്ങളും, എല്ലാ സഹായങ്ങളും, പാവപ്പെട്ടവരെ സഹായിക്കലും, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും അതൊക്കെയും ചെയ്യണം. അതിൻ്റെ കൂടെ ഹജ്ജ് വർദ്ധിപ്പിക്കുക, അതാണ് ഇസ്ലാം. അല്ലാതെ ഹജ്ജ് ഇങ്ങനെ ചെയ്യുക, മറ്റു നല്ല കാര്യങ്ങളൊന്നും ചെയ്യൂല, അങ്ങനത്തെ ഒരു പരിപാടിയല്ല നമ്മൾ വേണ്ടത്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവർ പറയുന്നത് കാണാം, യഖൂലു അഹദുഹും അഹുജ്ജു അഹുജ്ജു അമ്മ ഇന്നക ഖദ് ഹജജ്ത സിൽ റഹിമൻ അഹ്സിൻ ഇലാ ജാരിൻ തസദ്ദഖ് അലാ മഗ്മൂമി. നിങ്ങൾ കുറെ ഹജ്ജ് ചെയ്യുന്നു എന്നിങ്ങനെ പറയുന്നു. പക്ഷേ വേണ്ടപ്പെട്ട ഒന്നും, അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ബാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും നിർവഹിക്കുകയില്ല. കുടുംബബന്ധം പുലർത്തുകയോ തൻ്റെ അയൽവാസികളായ ആളുകൾക്ക് വേണ്ടുന്ന സഹായങ്ങളും ഗുണങ്ങളും ചെയ്യുകയോ അതൊന്നും ചെയ്യാതെ വെറും ഹജ്ജ് ചെയ്യുക, അതല്ല ഇസ്ലാം. എല്ലാം വേണം. അതുകൊണ്ട് തന്നെ നന്മകൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പുറമെ ഹജ്ജുകളും നമുക്ക് സാധിക്കുന്നത്ര നമുക്ക് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഹജ്ജ് കർമ്മത്തിന്റെ, ഉംറ നിർവഹിക്കുന്നതിന്റെ പ്രതിഫലം പാവപ്പെട്ടവരായ ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പോകാനോ ഹജ്ജിലേക്ക് എത്തിപ്പെടാനോ ഒന്നും സാധിക്കാത്തവരായിരിക്കും. അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്ന ഒരുപാട് സൽപ്രവർത്തനങ്ങളുണ്ട്. മഹാനായ അഷ്റഫുൽ വറ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മൻ സല്ലൽ ഗദാത ഫീ ജമാഅ ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت له كأجر حجة وعمرة تامة تامة تامة. ഒരാള് സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചു. അങ്ങനെ അവിടെ തന്നെ ഇരുന്നു, സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ തന്നെ ഇരുന്നു. പിന്നെ സൂര്യൻ ഉദിച്ചതിന് ശേഷം പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് അവൻ പിരിഞ്ഞാൽ അവന് ഒരു ഹജ്ജിന്റെ, ഉംറയുടെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ സമയം വളരെ വലിയ മഹത്വമുള്ള സമയമാണ്. ദുൽഹിജ്ജ മാസത്തിലെ തുടക്ക സമയങ്ങൾ പ്രത്യേകിച്ച് വലിയ മഹത്വമുള്ള, ശ്രേഷ്ഠതയുള്ള സമയമാണ്. മഹാനായ അഷ്റഫുൽ വറ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ദിവസങ്ങളിൽ വളരെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജ 10 ദിവസം. അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് അറഫ ദിവസത്തിലുള്ള ദുആ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സിയാമു യൗമി അറഫ യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ. അറഫ ദിവസം നോമ്പനുഷ്ഠിക്കൽ അത് കഴിഞ്ഞ വർഷത്തെ ദോഷങ്ങളും വരാൻ പോകുന്ന വർഷത്തെ ദോഷങ്ങളൊക്കെ പുറത്തു തരാൻ കാരണമാകുന്ന ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഇനി നമുക്ക് വരാനിരിക്കുന്നതും നമ്മൾ നിലകൊള്ളുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ ഈ സുന്ദരമായ സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെ അമലുകൾ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ സൽക്കർമ്മങ്ങൾ, എന്തൊക്കെ ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. കാരണം ഈ ഒരു സമയം, ഇത്തരം നല്ല സമയങ്ങൾ, ഈ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ നാളെ പരലോകത്തിന് വേണ്ടി ഉണ്ടാക്കി വെക്കാൻ നമുക്ക് കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നാളെ പരലോകത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ച് അതിന് മുൻകരുതലായി നിങ്ങൾ നേടി കാര്യങ്ങൾ നല്ല അമലുകൾ കൊണ്ട് സമ്പന്നമാക്കി വെക്കണം. കാരണം നാളെ പരലോകത്ത് വിജയിക്കണമെങ്കിൽ നമ്മുടെ ഈ സൽക്കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങളും മാത്രമേ ബാക്കിയാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സന്ദർഭങ്ങളിൽ, ഈ നല്ല സമയങ്ങളിൽ ഒരുപാട് അമലുകൾ, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ഈ സമയങ്ങളൊക്കെയും വിനിയോഗിക്കണം. അതാണ് ഇന്നത്തെ ഖുത്ബയുടെ സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.